എടാ ടോമി, ഞാനേ ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ കുളിക്കാൻ അത്ര സുഖമില്ല. ഓക്കെ അണ്ണ, അണ്ണൻ പോയി ബീച്ചിലേക്ക് പോയിട്ട് വാ. ശരി, ഇവിടെ നിന്ന് കാട്ടരുത് കേട്ടോ. ഓക്കെ അണ്ണ. ഗൈസ്, എന്താണെന്ന് അറിയില്ല, അവിടെ ഷവറിൽ നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ ഇവിടെ ബീച്ചിൽ ചൂടുവെള്ളം ഉണ്ടെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ഞങ്ങൾ തണുപ്പ് വെള്ളമായാൽ കുറച്ച് നേരം നീന്താം. പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം കേട്ടോ. ഗൈസ്, നമുക്ക് വേഗം പോവാം. മുന്നിൽ തന്നെയാണല്ലോ ബീച്ച്, അതുകൊണ്ട് വന്നേ. അയ്യോ, വണ്ടി ഇരിക്കണ്ട. അയ്യോ, എന്താ വണ്ടി ഡാമേജ് ആയല്ലോ. അത് ശരിയ, നമുക്ക് എന്തായാലും വണ്ടി റിപ്പയർ ആക്കാം. അയ്യോ, വണ്ടിക്ക് ബ്രേക്കും ഇല്ലേ? ബ്രേക്ക് ബെസ്റ്റ്. ഇവ പോയത് തന്നെ. ഈ വണ്ടിക്ക് ബ്രേക്കും ഇല്ല. നമുക്ക് ഒരു പുതിയ വണ്ടി എടുക്കണം. അത് നമുക്ക് എന്തായാലും നാളെ എടുക്കാം. എന്തായാലും നമുക്ക് ജസ്റ്റ് നീന്തിട്ട് വരാം. സമയം എത്രയായി? സമയം 10 അപ്പോഴേക്കും. ഞാൻ 9 മണിക്ക് എണീച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് നേരം നീന്താട്ടോ. നീന്താൻ ഇവിടെ ചെറുതായിട്ട് തണുപ്പുണ്ട്. അയ്യോ, ഇത് നല്ല തണുപ്പാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകണമെന്ന് വണ്ടിയൊക്കെ റിപ്പയർ ആക്കണം. വണ്ടി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അല്ല, റിപ്പയർ ആക്കാൻ പോവാം കേട്ടോ. ആ ടോമി അവിടെ എന്ത് ചെയ്യണോ ആവോ, അവൻ എന്തെങ്കിലും ചെയ്യണ്ടാവും. ചിലപ്പോൾ ഉറങ്ങിയിരിക്കും, അല്ലെങ്കിൽ അവൻ അവിടെ എന്തെങ്കിലും ചെയ്യും, കളിക്കും. നമുക്ക് കാര്യം ചെയ്യാം, വണ്ടി അങ്ങനെ റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോവുക. വേഗം പോകണം. വേഗം പറഞ്ഞാൽ നല്ല സ്പീഡിൽ പോകാം കേട്ടോ. ഇവിടെയൊക്കെ മണ്ണാണ്, വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലിപ്പാവുണ്ട്. വണ്ടിക്കാണെങ്കിൽ സ്റ്റീറിങ് കുറച്ച് വേഗം അടിക്കുന്നത്. അയ്യോ, എന്താ പറ്റിയത്? അയ്യോ, വണ്ടി ആക്സിഡൻ്റ് ആയല്ലോ. ഡാമേജ് ആയതുകൊണ്ട് എക്സ്ട്രാ ഡാമേജ് ആയി. എന്താണെന്ന് അറിയില്ല. ബ്രേക്കും ഇല്ല, ഇതിനൊന്നുമില്ല, സ്പീഡ് മാത്രമുണ്ട്. പിന്നെ എനിക്ക് നേരെ അത്രയ്ക്കൊന്നും പറ്റില്ല, അതുകൊണ്ട് ഭാഗ്യം. ഇത് എയർ ബാഗ് ഉണ്ട്. അല്ല, റിപ്പയർ ഷോപ്പ് അപ്പുറത്തല്ലേ? ഇപ്പുറത്താണ്, ഞാൻ മറന്നു. ഇവിടെയൊക്കെ റാമ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാലഞ്ചൊക്കെ വരും അങ്ങനെ ഒരിക്കെങ്കിലും. ഞാൻ ചാലഞ്ചൊന്നും ചെയ്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി റിപ്പയർ ചെയ്യാമെന്ന് പറയാം. ഹലോ ചേട്ടാ, ഇവിടെ ഒരു വണ്ടി വന്നിട്ട് വന്നിട്ടുണ്ട്, അത് റിപ്പയർ ആക്കണം കേട്ടോ. ഓക്കെ, ശരി, ഞാൻ റിപ്പയർ ആക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ റിപ്പയർ ആക്കി കേട്ടോ. നമുക്ക് എല്ലാം കൂട്ടി പോവാം. എടാ ടോമി, എനിക്ക് എന്താടാ? അണ്ണ ആരും എന്നെ തല്ലിയിട്ടോടി. ആരാ? അയാൾ കാണാൻ എങ്ങനെയിരിക്കും? ഒരു ആർമി പാൻ്റ് ഇട്ട ആളാണ്. ഓക്കെ, ഞാൻ എന്തായാലും അയാളിനെ നോക്കിയിട്ട് വരാം. അയാളെ കണ്ടാൽ ഞാൻ അയാളിനെ അപ്പം തന്നെ തീർക്കും, ഉറപ്പാണ്. പിന്നെ ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഓക്കെ അണ്ണ. ഗായ്സ്, അവിടെയും നോക്കി പക്ഷെ കണ്ടില്ല. ഒരു മിനിറ്റ്, ഇത് ഇവൻ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിന്ന് ഇവന് കഴുത്ത് ഒരു തീരുമാനം നോക്കാം. ഇത് ആർമി പാനൽ ആർമീൻ്റെ പോലെയാണ്. എന്താണ് ഇവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമൊക്കെ പോവുക. നീ എൻ്റെ ടോമിനെ തല്ലില്ലേ? ഇന്ന് ഞാൻ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നോക്കടാ. അങ്ങനെ ഒന്ന് ഓടാം. അയ്യോ, ഇവിടെ ഞാൻ വീഴ്ത്തിയിട്ടല്ലോ. പിന്നെ എന്തായാലും നമുക്ക് എൻ്റെ വല്ല വണ്ടി ഒന്ന് കയറ്റാം, അതൊക്കെ നല്ലത്. ചേച്ചി ഒന്ന് മാറിക്കേ. ഇല്ലടാ, ഞാൻ മാറില്ല. അങ്ങനെ ചേച്ചിക്കും പിടിച്ചോ. ഞാൻ പറഞ്ഞു ഇവിടെ ചേച്ചി വന്നതാ. ചേച്ചി പറഞ്ഞു, ഇതെന്താണ് ഇതുകൊണ്ട് വെറുതെ ഡാമേജ് ആകുന്നുണ്ടല്ലോ. നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ടോമിനെ. ഗൈസ്, നമ്മളെ ടോമിനെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളെ ആകുമ്പോഴേക്കും അവനെ നേരാക്കുന്നാണ് പറഞ്ഞത്. അവന് അത്ര പ്രശ്നമൊന്നുമില്ല. കാല് ജസ്റ്റ് ഒന്ന് അവൻ ചവിട്ടി അതരാക്കി, പിന്നെ അവൻ കടിച്ചു കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് സിമ്പിളായത്. അയ്യോ, വണ്ടി എന്താ വീണ്ടും ഡാമേജ്. എൻ്റെ ഗ്ലാസ് പൊട്ടിയല്ലോ. ഗായ്സ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേറെ റോഡിൽ വല്ല വണ്ടി ഉണ്ടാകുന്ന നോക്കാം, പിന്നെ അത് എടുക്കാം. റോഡിൽ വല്ല വണ്ടി ഉണ്ടാവോ ആവോ. അവിടെ നമ്പർ ഉണ്ട്, അത് വേണ്ട. അവിടെ ഔട്ട്ലി പോകുന്നുണ്ട് കേട്ടോ, നമുക്ക് അതെടുക്കാം. അല്ല, ആ വണ്ടി നിൽക്കുകയാണ്. ഇല്ല, അത് പോകുന്നുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ആ വണ്ടി നോക്കാം. ഗൈസ്, എങ്ങനെയൊക്കെയോ നമ്മൾ ആ വണ്ടിനെ അടിച്ചു പറ്റിയിട്ടോ. ഇനി ഈ വണ്ടി നമ്മുടെ സ്വന്തമാണ്. ഇതിൽ പിന്നെ ആ വണ്ടിനെക്കാളും ഡാമേജ് ഒന്നും ആവില്ല. ഇതിൽ നല്ല ക്വാളിറ്റിൻ്റെ. ഇനി നമുക്ക് നേരെ വീട്ടിനുള്ളിലേക്ക് പോകാൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടി നേരെ ബാക്കിൽ പാർക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. അയ്യോ, അവൻ കാണാതിരുന്നാൽ മതിയായിരുന്നു.
നമുക്ക് നേരെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഉറങ്ങാം. സമയം അറിയായേ. ഇനി നമുക്ക് ടോമിനെ അവർ ശരിയാക്കി കൊണ്ടുവന്നാൽ നന്നായി. ടോമിക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ഒന്നും പറ്റിയില്ല. അവനെന്തായാലും ടോമി കളിച്ചു കയറിയിട്ടുണ്ട് പുറത്ത്. അതുകൊണ്ട് എനിക്ക് സിമ്പിളായി അവനെ അടിക്കാൻ പറ്റിയത്. അങ്ങനെ ഉറങ്ങാം ഗായ്സ്. അങ്ങനെ ടോമിനെ നമ്മൾ തിരിച്ച് കൊണ്ടുവന്നു കേട്ടോ. അവനത്ര പറ്റിയിട്ടൊന്നുമില്ല. അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം അവനെ എന്തെങ്കിലും പറ്റിയത്. അണ്ണ എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കുറച്ച് മുറിവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും സാരില്ല. പിന്നെ അവൻ നീ കടിച്ചു കീറിയില്ലേ? ആ അണ്ണ, അവൻ ഞാൻ കടിച്ച് കീറി. ഗായ്സ് എന്നാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ബൈ. ലൈക്ക് ചെയ്യണേ.